ഒട്ടുമിക്ക കുടുംബ പ്രശ്നങ്ങളും നടക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയുമാണ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ വിവാഹം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് സ്വന്തമായ ഒരു നിലപാട് ഈ വൈവാഹിക ജീവിതത്തെ കുറിച്ചുണ്ടോ? നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഇല്ല. ഒട്ടുമിക്ക ആളുകൾക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനൊന്നുമില്ല. പലരും വിവാഹം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും വിവാഹിതനാകുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ടുണ്ടാവുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ മനസ്സിലൊക്കെ ഒരുപാട് വലിയ സ്വപ്നങ്ങളാണ്. ആണ് കരുതുന്ന സ്വപ്നങ്ങൾ വേറെയാണ്, പെണ്ണ് കരുതുന്ന സ്വപ്നങ്ങൾ വേറെയാണ്. ആണ് പെണ്ണിന്റെ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ, പെണ്ണ് ആണിന്റെ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോഴാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മളുടെ പങ്കാളിയോട് വളരെ സ്നേഹത്തോടു കൂടി പറയുന്ന വാക്കുകൾ വരെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാകും? ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് ലോകത്തായി ജീവിക്കുന്ന അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കുണ്ടായ മക്കളുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കൂട്ടിന് ഒരാളുണ്ടായിട്ട് പോലും ജീവിതത്തിൽ തനിച്ചായി തോന്നുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് നടക്കുന്ന പല ദാമ്പത്യ ജീവിതങ്ങളിലെയും അനുഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും പറയാനുണ്ടാവുക. ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകൾക്കൊക്കെ എന്താണ് പരിഹാരം? അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വായനയിലൂടെ നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന വിഷയത്തിൽ കൃത്യമായ ഒരു വായനാനുഭവം തയ്യാറാക്കിയത്. ഈ വായനാനുഭവത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഘട്ടം, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാനുണ്ട്, അത്തരം പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണം, ഏതെല്ലാം സ്വഭാവക്കാരാണ് വൈവാഹിക ജീവിതത്തിൽ ഒരുമിച്ച് പോവുക, വിവാഹശേഷം ഏതെല്ലാം സ്വഭാവക്കാരാണ് പിരിയാൻ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ 1ാം ഘട്ടത്തിൽ കടന്നു വരുന്നത്. 2ാം ഘട്ടത്തിൽ കടന്നു വരുന്നത് എന്തെല്ലാം വിഷയങ്ങളിലാണ് ചർച്ചകൾ കുടുംബത്തിൽ വരാറുള്ളത്, അതുപോലെ തന്നെ പ്രണയം ഏതെല്ലാം രൂപത്തിലായിരിക്കും പിന്നീട് കാണുക, ഈ പ്രണയത്തിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയായിരിക്കും, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാൽ എങ്ങനെ അത് തരണം ചെയ്യണം, അതിന് ഹസ്ബൻഡ് എന്തെല്ലാം കാര്യങ്ങൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്, ഭാര്യ ഏതെല്ലാം കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതുണ്ട്, ഇതിനെല്ലാം കൃത്യമായൊരു ധാരണ തരുന്നതാണ് നമ്മുടെ 2ാം ഘട്ടം. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഭാര്യ ചിലപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്ന 2 രൂപത്തിലുമാവാം. ഏത് രൂപത്തിലുള്ളതായാലും ഓരോ കുടുംബത്തിലും ഭർത്താവ് എടുക്കേണ്ട നിലപാട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഭാര്യ എടുക്കേണ്ട നിലപാട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലാകുമ്പോൾ എന്തെല്ലാം വരാൻ സാധ്യതയുണ്ട്, അവിടെ ഏതെല്ലാം രൂപത്തിലാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടത്. ഭർത്താവിന്റെ വീട്ടുകാരാവട്ടെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരാവട്ടെ അനാവശ്യമായ നിയന്ത്രണങ്ങൾ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ടാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ ഭർത്താവ് ഭാര്യ അനാവശ്യമായി നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് നിയന്ത്രണം കൊണ്ടുവരണം, അതുപോലെ ഭാര്യ ഭർത്താവിനെ ഏതെല്ലാം രൂപത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ആ 3ാം ഘട്ടം വായിക്കുന്നതിലൂടെ കിട്ടും. ഇനി 4ാം ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് മക്കൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല രസകരമായ ഒരുപാട് കാലഘട്ടമുണ്ട്. പക്ഷെ മക്കളും നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹിതയായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മക്കൾ മാറുമ്പോഴോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഒരു 50-60 വയസ്സാകുമ്പോഴേക്ക് ഭർത്താവ് റിട്ടയർഡ് ആകും, ഭാര്യയും റിട്ടയർഡ് ആകും, വീട്ടിൽ തനിച്ചാവുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ കുടുംബം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചും കൃത്യമായൊരു പ്ലാൻ നിങ്ങൾക്ക് വരച്ചു തരുന്നതാണ് നമ്മുടെ 4ാം ഘട്ടം. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സെക്സിനെ കുറിച്ചും അതുപോലെ കൗൺസിലിങ്ങിനെ കുറിച്ചുമുള്ളതാണ്. സെക്സിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഇന്ന് ആണാവട്ടെ പെണ്ണാവട്ടെ ഇവർക്ക് കിട്ടുന്ന ഒട്ടുമിക്ക ഇൻഫർമേഷനും സോഷ്യൽ മീഡിയയിൽ നിന്നും കൂട്ടുകെട്ടിൽ നിന്നുമാണ്. ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ കുടുംബം തകരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവിടെ നമ്മുടെ സെക്സുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഘട്ടമാണ് 5ാമത്തേത്. നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടും നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു പ്ലാനും നിങ്ങൾക്ക് 5ാം ഘട്ടത്തിലൂടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ കുടുംബത്തിലെ A to Z കാര്യങ്ങൾക്ക്
നല്ല ഒരു പ്ലാന് വരച്ചു തരുന്ന രൂപത്തിലുള്ളതാണ് വായനയിലൂടെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവില്ലായ്മകൾ കൊണ്ടോ തെറ്റിദ്ധാരണകൾ കൊണ്ടോ കുടുംബം തകർന്നിട്ട് പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം നിങ്ങൾ തമ്മിൽ വഴി പിരിയുന്നതിന് മുമ്പാണ്. അവിടെയാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ തകർന്നതിന് ശേഷം തീരുമാനമെടുത്തിട്ട് എന്ത് കാര്യമാണ്? നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ ഒരിക്കലും ഒരുമിക്കില്ല എന്ന് കരുതുന്ന വല്ലാത്ത വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ വരെ എന്ത് നിലപാടെടുക്കണം, എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തായിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ നടന്നിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് 100% ഉപകരിക്കുന്ന ഒരു നല്ലൊരു വായനാനുഭവമാണ് ഈ കോഴ്സ്. നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പാർട്ണറും എക്കാലത്തേക്കും ഖേദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. അതിന് പറ്റുന്ന ഒരു വലിയ നല്ലൊരു വായനാനുഭവമാണ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനിക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക.